ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നെക്ക് ഡിസൈൻ ആണ് കേട്ടോ. നമ്മൾ നോർമലായിട്ട് റൗണ്ട് നെക്ക്, സ്ക്വയർ, വി നെക്ക് ഇതൊക്കെയല്ലേ സ്ഥിരം ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് നെക്ക് പിടിക്കാം. അപ്പോൾ ഒരു പേളൊക്കെ വെച്ചിട്ട് നല്ലൊരു രസമുള്ളൊരു നെക്ക് ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നമ്മളുടെ ഫ്രോക്ക്, കുർത്തി അങ്ങനെയുള്ള എല്ലാ മോഡേൺ ഡ്രസ്സിൻ്റെ ഒപ്പവും അല്ലാത്ത ഡ്രസ്സിൻ്റെ ഒപ്പം ഒക്കെ മാച്ച് ആകും. അപ്പോൾ അതിനുവേണ്ടി യോക്ക് പാർട്ടിൻ്റെ ഭാഗമാണ് ഞാനിവിടെ രണ്ടാക്കി മടക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഞാനിവിടെ ഇതേ ഒന്ന് താഴെ എഴുതി കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഷോൾഡറാണ് കേട്ടോ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഷോൾഡർ ഒരു 6 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്തിടുക. അതുപോലെ തന്നെ ആം ഹോൾ ഒരു 6 ഇഞ്ചിൽ തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അതും ഞാൻ മാർക്ക് ചെയ്തിട്ടു. ഷോൾഡർ എടുക്കുന്ന കറക്റ്റ് അളവ് തന്നെയാണ് ഞാൻ ആം ഹോളിലും എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ ഒന്ന് സ്ക്വയർ ആക്കി അത് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഇഞ്ചിൽ നമുക്ക് ആം ഹോളൊന്ന് കർവ് ചെയ്തെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആം ഹോൾ കർവ് ചെയ്തെടുക്കുന്ന ഈ ടൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈസി കർവ് ചെയ്തെടുക്കാം ഇത്. അപ്പോൾ ഞാനിത് കർവ് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്കൊരു ക്യാൻവാസ് എടുക്കാം. ക്യാൻവാസ് ഇപ്പോൾ ഞാൻ രണ്ടാക്കി മടക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ക്യാൻവാസിലാണ് നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കിത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഞാൻ വളരെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു 2 ഇഞ്ചിൽ ഇതേപോലെ നെക്ക് മാർക്ക് ചെയ്യുക, വിഡ്ത്ത്. അതിനുശേഷം ലെങ്ത് ആണെങ്കിൽ ഒരു 4 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുക. ആദ്യം തന്നെ ചെറിയൊരു നെക്ക് വരച്ചിട്ട് അതിന് പുറമെ ഒരു വലിയ നെക്ക് ആണ് നമ്മളിതിൽ വരക്കാൻ വേണ്ടി പോകുന്നത്. അതായത് 2 റൗണ്ട് നെക്ക് വരച്ചിട്ട് അതിൻ്റെ ഇടയിലാണ് നമ്മളിതിൽ ബീഡ്സ് വെക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ നെക്കും വരക്കണം. അതിനുശേഷം നമ്മളുടെ ആക്ച്വൽ എത്രയാണോ നെക്ക് വേണ്ടത് അതും വരക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം വരച്ച നെക്ക് ഒന്ന് റൗണ്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒരു റൗണ്ടും കൂടെ വരച്ചു കൊടുത്തു. ആദ്യം നമ്മൾ 4 ഇഞ്ച് ലെങ്ത്തിലാണ് എടുത്തിരുന്നത്. അതിന് പുറമെയാണ് 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിൻ്റ് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് അകലത്തിൽ ഇതേപോലെ റൗണ്ടായിട്ട് വീണ്ടും ഒന്ന് വരച്ചു കൊടുക്കുക. അത് ഞാൻ മനസ്സിലാകാൻ വേണ്ടി, രണ്ടാമത്തെ നെക്കിൻ്റെ ആണെന്ന് മനസ്സിലാകാൻ വേണ്ടി വേറെ കളറിലെ ചോക്കാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് 1 ഇഞ്ച്, ആ ഒരു നെക്ക് 1 ഇഞ്ച് അകലത്തിൽ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഇതേപോലെ. അപ്പോൾ 2 നെക്കും നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ 2 കളർ യൂസ് ചെയ്തിരിക്കുന്നതും. അത് ഇതേപോലെ ഒറ്റ ക്യാൻവാസിൽ വരച്ചെടുത്താലും മതിയാവും. ഇനി അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ നമ്മളുടെ മെയിൻ നെക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾക്ക് വേണ്ട അളവിലുള്ള നെക്കാണ് ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത്. അതായത് നമ്മൾ ആദ്യം 4 ഇഞ്ചിൽ മാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പിന്നെയും ഒരു 1.5 ഇഞ്ചാണ് എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 5.5 ഇഞ്ചായിരിക്കും നെക്കിൻ്റെ ലെങ്ത്ത്. നോർമൽ നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 5.5 ഇഞ്ചിലായിരിക്കും. എന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, ചെറിയ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. വലിയ നെക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വരണം. ഞാൻ പറഞ്ഞ കറക്റ്റ് അളവുകളിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് നെക്ക് കിട്ടും. ഇനി ഇതേപോലെ ക്യാൻവാസ് 2 ഇതേപോലെ മെയിൻ ക്ലോത്തിൻ്റെ തുണിയാണെങ്കിൽ അങ്ങനത്തെ ഒരു തുണി എടുത്ത് അതിൽ തന്നെ ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ചെറിയ നെക്കിനെ ഇതേപോലെ ഒരു പീസും കൂടി കട്ട് ചെയ്ത് താഴെ വെക്കുക. അത് വെക്കുമ്പോൾ നമ്മൾ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന പീസ് തന്നെ താഴെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം 2 സൈഡ് നമ്മൾ ഒരേപോലെയാണ് വരേണ്ടത്. നമ്മൾ ഫുൾ ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കേണ്ടതാണ് ഈ ചെറിയ നെക്ക്. എന്നിട്ട് ചെറിയ നെക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. അടിയിൽ വേറെ പീസ് ഉണ്ട്, എന്നിട്ട് അതിൻ്റെ അറ്റം വരെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് തിരിച്ചെടുക്കാം. ഇതിങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം നമ്മളെപ്പോഴും എടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ കുറച്ചുകൂടി തുണി എടുക്കുന്നത് നല്ലതാണ് ഇതൊക്കെ കട്ട് ചെയ്യുമ്പോഴേക്കും. എന്നിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ ഇത് അടിച്ചെടുത്ത് നമ്മൾ തിരിച്ചൊന്ന് എടുത്തതിന് ശേഷം ഇതേപോലെ നമ്മളുടെ ക്യാൻവാസിൻ്റെ കുറച്ച് താഴെയാക്കി ഇതേപോലെ ആ റൗണ്ട് ഷേപ്പിൽ തന്നെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ക്യാൻവാസ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മടക്കാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മളത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഒട്ടും ഗ്യാപ്പില്ലെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മടക്കിയെടുക്കാനും പറ്റില്ല കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് താഴത്തെ ഭാഗം നമുക്കൊന്ന് അയൺ ചെയ്ത് വെക്കാം. ഇങ്ങനെ അയൺ ചെയ്ത് വെക്കുന്നതാണ് കൂടുതൽ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെ ചുറ്റും ഇതേപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ചുറ്റും അത് അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ മുകളിലത്തെ പാട്ടും ഇതേ കണ്ട ഉള്ളിലേക്ക് ഇങ്ങനെയാണ് മടക്കി കൊടുക്കേണ്ടത്. 2 സൈഡും ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് അതൊന്ന് ഇങ്ങനെ അടിച്ചെടുക്കാം. ഇതിൻ്റെ അരികത്ത് കൂടിയിട്ട് എല്ലാ ഭാഗവും ഇതേപോലെ ഒരുമിച്ച് വെക്കുക. താഴെ നമ്മൾ അയൺ ചെയ്ത പാർട്ടും ഉണ്ട്, താഴെയല്ല കേട്ടോ, സോറി, മുകളിലാണ് നമ്മളുടെ അയൺ ചെയ്ത പാർട്ട് വരുന്നത്. താഴെ ഞാൻ മടക്കി മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ
ആ ക്യാൻവാസിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് മടക്കിയെടുത്ത് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്ത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളുടെ ആ ഒരു ഭാഗം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളുടെ വലിയ നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് നമ്മളുടെ മെയിൻ ക്ലോത്ത് നേരത്തെ കട്ട് ചെയ്ത മെയിൻ ക്ലോത്തിലേക്ക് ഇതേപോലെ ക്യാൻവാസ് അയൺ ചെയ്തത് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല വശവും അകത്ത് വരുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ട് അത് അടിച്ചെടുത്തിരിക്കുന്നത്. അത് അടിച്ചതിന് ശേഷം നമുക്ക് അതിനുള്ളിൽ വന്ന ബാക്കിയുള്ള നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് തിരിച്ചെടുക്കാം. ഞാനത് കട്ടിങ്ങുകൾ ഇട്ട് കൊടുത്ത് അതൊന്ന് തിരിച്ചെടുത്തിട്ട് ഞാൻ അയൺ ചെയ്താണ് കേട്ടോ അതെടുത്തിരിക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പെർഫെക്ഷൻ കിട്ടാറുള്ളത്. അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അറ്റത്ത് കൂടെ ഒന്ന് പതിച്ചടിച്ച് കൂടെ എടുക്കണം. ആ ഭാഗം ഒന്ന് അതിൻ്റെ അറ്റത്തിട്ട് പതിച്ചടിച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഉൾഭാഗം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് തന്നെ നെക്ക് മടക്കി അടിക്കുന്ന പോലെ ഇതേപോലെ ഒന്ന് 1/4 ഇഞ്ച് അകത്തേക്കൊന്ന് മടക്കിയിട്ട് ഒന്ന് നമ്മൾ ഹെമ്മിങ് ചെയ്യുകയോ അല്ലെങ്കിൽ അടിച്ചെടുക്കുകയോ ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ അടിച്ച് മാറ്റിയ ചെറിയ നെക്കിൻ്റെ ഭാഗമാണ് ഞാൻ അവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഇതേപോലെ നമുക്ക് പേള് വെക്കാൻ പറ്റുന്ന ഒരു അകലത്തിൽ ആക്കി നമ്മൾ വെക്കുക. പേള് വെക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഷോൾഡർ അടിക്കാനുള്ള കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം നമ്മളിത് ചെയ്ത് തുടങ്ങാനായിട്ട്. ഇനി ഞാൻ ഇത് കണ്ടോ ഈ ഒരു സൈസിൽ പേളാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ നെക്ക് ക്യാൻവാസിൽ മാർക്ക് ചെയ്തപ്പോൾ 1/4 ഇഞ്ചാണ് വിട്ടത്. ഈ ഒരു സൈസ് ആയതുകൊണ്ടാണ് ഞാൻ 1/4 ഇഞ്ച് വിട്ടത്. അപ്പോൾ നിങ്ങൾ ഇതിലും വലിയ സൈസ് ആണെങ്കിൽ 1/4 ഇഞ്ചിനെക്കാട്ടി കുറച്ചുകൂടെ വിടുക. അതല്ല നിങ്ങൾ ചെറുതാണ് എടുക്കുന്നതെങ്കിൽ വളരെ ചെറിയ പേളാണ് ചെയ്യുന്നതെങ്കിൽ ആ 1/4 ഇഞ്ച് പോലും നിങ്ങൾ വിടണ്ട കേട്ടോ. അതിനേക്കാൾ കുറവ് വിട്ടാൽ മതിയാകും. ഞാനിപ്പോൾ ഈ ഒരു സൈസ് ആയതുകൊണ്ടാണ് 1/4 ഇഞ്ച് ഇട്ട് അടുത്ത നെക്ക് വരച്ചത്. അതായത് 2 കളറിൽ ഞാൻ നെക്ക് വരച്ച് കാണിച്ചായിരുന്നല്ലോ ക്യാൻവാസിൽ. അതിൽ രണ്ടാമത്തെ നെക്ക് പിങ്ക് കളറിലെ നെക്ക് ഞാൻ 1/4 ഇഞ്ച് വിട്ടിട്ടാണ് വരച്ചെടുത്തത്. അതിൻ്റെ ആണ്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ ചോദിക്കാൻ ഞാനത് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ എൻ്റെ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പേൾ വെച്ച് കൊടുക്കാം. അപ്പോൾ അടുത്ത പേൾ ഞാനൊരു 1 ഇഞ്ച് ഗ്യാപ്പിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു വലിയ മുത്തായതുകൊണ്ട് തന്നെ ഞാനൊരു 1 ഇഞ്ച് അകലത്തിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് അങ്ങനെ വൈറ്റ് കളറിലൊരു നൂലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്ലോത്തിൻ്റെ കളറിലെ നൂല് തന്നെ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മളുടെ ക്ലോത്തിൻ്റെ മീതിൽ വന്നിരിക്കുന്ന ചെറിയ ഈ സ്റ്റിച്ചിങ് ഒന്നും കാണത്തില്ല. ഇതേപോലെ അപ്പോൾ ഫുൾ ഭാഗം നമ്മൾ പേളുകൾ വെച്ച് ഇതേപോലെ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇത് ഫുള്ളായിട്ടൊന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്